വിജയ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ലോങ് വീഡിയോസ് ഒരുപാടെണ്ണം പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഓർക്കണ്ടോയെന്നറിയില്ല. ഒരു കമ്പ്യൂട്ടർ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിനകത്തായിരുന്നു വലിയ ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് പൊതുവെ കുറച്ച് കൂടുതൽ ലെങ്ത് ഉള്ളതായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ ക്ലിപ്പിങ്സും സാധാരണ ഞാൻ സിസ്റ്റത്തിലാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അത് കുറേ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പിന്നെ ചിലത് ഉണ്ട്, റീസ്റ്റോർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയും കളക്ട് ചെയ്ത് വരാനായിട്ട് ഒത്തിരി സമയം എടുത്തു. പിന്നെ കുറച്ച് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തം ഒരു എന്താ പറയുക, അവിയൽ പരുവത്തിലായിരുന്നു എല്ലാം എന്ന് പറയാം. സോ അതുകൊണ്ടാണ് നമ്മൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രീക്വൻ്റ് ആയിട്ട് ഇടണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ അതുകൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി കുറച്ച് ലോങ് വീഡിയോസിൽ ഡോൾസ് എല്ലാം, വലിയ ഡോൾസ് എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറേ നാളായില്ലേ അതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ ഐഡിയാസൊക്കെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ വലിയ ഭയങ്കര ഐഡിയാസ് ഒന്നും അല്ല, കുറച്ച് ഐഡിയാസൊക്കെ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് നമുക്കിനി കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ പഴയ ഒരു ഡോളിൻ്റെ ഒരു റീസ്റ്റോറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മേക്ക് ഓവർ എന്ന് പറയാം. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഡോൾ ഉണ്ടായിരുന്നു. അതിന് അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ ഒരു പോപ്പുലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു, മറ്റ് വീഡിയോസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പേപ്പർ പേസ്റ്റ് മാത്രം വെച്ചിട്ടും പേപ്പർ മാത്രം വെച്ചിട്ടും ചെയ്തിട്ടുള്ള ഒരു ഡോളായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേപ്പർ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കളറ് പോവും, കളർ മങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീസ്റ്റോർ ചെയ്തിട്ട് ആളെ ഒന്നുകൂടെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന ഡോൾ ഇതാണ്. ഇത് ഉണ്ടാക്കിയപ്പോഴത്തെ അവസ്ഥയാണ്. ഈ ഒരു ഡോൾ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ മേക്കിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം മേക്കിംഗ് നമ്മളിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ മേക്കിംഗ് അറിയണം താല്പര്യമുള്ളവരോടാണ് പറയണത്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ഒരു ഡോളിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിപ്പോൾ 2.5 വർഷമായി നമ്മളിത് ചെയ്തിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഒരു ബ്ലൂ പേപ്പർ യൂസ് ചെയ്ത ഭാഗത്തെല്ലാം കളറെല്ലാം മങ്ങിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊരു ഡോളൊന്നും മങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പേപ്പർ തന്നെയല്ലേ, അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് വീണ്ടും കളറ് മങ്ങും, ചിലപ്പോൾ കീറാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര നോക്കിയാലും കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം വാർണിഷൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് റീപെയിൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഓർണമെൻറ്റ്സ് നെക്ക് പീസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ശരിയാക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് വീണ്ടും പേപ്പർ പേസ്റ്റൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്തെടുത്തുകൂടാ. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പേപ്പർ വെച്ച് മാത്രം ചെയ്ത ഡോളാണ്. അതിനിപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ വീണ്ടും തുണി വെച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി മാറും, ആ ഒരു ഡോളിൻ്റെ രൂപമേ മാറും. അതിനൊരു യുണീക്നെസ് ഉണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും എല്ലാ ഡോളും പോലെ ആക്കിയിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതിനെ തന്നെ പ്രിസർവ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ റീപെയിൻറ്റ് എന്നുള്ളൊരു ആശയത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൂ കളറിന് മാത്രമാണ് മങ്ങലേറ്റിട്ടുള്ളത്. മറ്റേ സിൽവറിനോ അതുപോലെ തന്നെ ഗ്രീൻ കളറിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പം ഗ്രീനും മങ്ങിയതുപോലെ തോന്നുന്നത്. അല്ലെങ്കിൽ അത് എക്സാക്ട് കളർ തന്നെയാണ് കേട്ടോ, അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലൂവിൻ്റെ ഏരിയ നമ്മൾ വീണ്ടും റീപെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡൾ കളറായിട്ടാണ് ഗ്രീൻ ഇരിക്കുന്നത്. സോ അത് വീണ്ടും ഡള്ളായി പോവുക ചെയ്യാം. സോ അതുകൊണ്ട് ഞാൻ അവിടെയും പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഒരു പട്ടുസാരിയുടെ എഫക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം ഇത് ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഗ്രീനിൻ്റെ തന്നെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഗ്രീൻ എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കുറച്ച് യെല്ലോയും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബ്ലൂ വരുന്ന ഏരിയയിലേക്ക് ബ്ലൂ തന്നെ ചെയ്യേണ്ട വിചാരിച്ചിട്ട് അവിടെ നമ്മൾ കുറച്ച് മൗ എന്ന് പറയുന്ന ഒരു അക്രിലിക് പെയിൻറ്റിൽ മൗ എന്ന് പറയുന്ന ഒരു കളർ ഡീപ്പ് പർപ്പിളാണ്, അതെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗ്രീൻ വരുന്ന ഏരിയയിൽ നമ്മൾ പറഞ്ഞു പട്ട് സാരിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു പട്ടിൻ്റെ എഫക്റ്റ്, ആ ഒരു
ഗ്ലിറ്ററി എഫക്റ്റ് വരണമല്ലോ, ഒരു ഷൈനിങ് മാതിരി വരണം. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു ടച്ച് അവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു ഗ്രീൻ മിക്സിൻ്റെ കൂടെ കുറച്ച് ഗോൾഡ് അക്ലിക് പെയിൻറ്റ് മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 2-3 കോട്ട് അടിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പോൾ പേപ്പറാണ്, അതുകൊണ്ട് തന്നെ അത് നനഞ്ഞു പോവുകയോ കീറി പോവുകയൊന്നും ചെയ്യാതെ സൂക്ഷിച്ചോണം പെയിൻറ്റ് ചെയ്യാൻ. പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഗോൾഡ് ഡോട്ട്സ് ആണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്, പട്ടുസാരി ഒരു കാഞ്ചീപുരം എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബോർഡറിൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു സിൽവർ കളർ ഒരു പേപ്പർ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു ഇംപ്രഷൻ ഈ ഒരു ഡയമണ്ട് ഡിസൈൻ ഉള്ളതുകൊണ്ട് അതിനെ തന്നെ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സ്കിന്നിൽ എവിടെയെങ്കിലും ആ കളർ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും സ്കിൻ കളർ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. നമ്മളിപ്പം കമ്മലും മാലയൊക്കെ റിമൂവ് ചെയ്തല്ലോ, അതുകൊണ്ട് അവിടെ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ എവിടെയെങ്കിലും കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഓർണമെൻറ്റ്സ് മാറ്റി കൊടുക്കുന്നുണ്ട്. നേരത്തെ സിൽവർ കളർ ഓർണമെൻറ്റ്സ് ആയിരുന്നു, സാരിയുടെ ബോർഡറും സിൽവർ ആയിരുന്നു. ഇത്തവണ ഗോൾഡ് ആക്കിയതുകൊണ്ട് ഞാൻ ഗോൾഡ് ഷെയ്ഡിലുള്ള ജ്വല്ലറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നെക്ലേസും കമ്മലും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ചു ഹെയർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അതിന് കുഴപ്പമൊന്നുമില്ല, ആ ഒരു ഏരിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ ഒരു കഴുത്തിൻ്റെ അവിടെ കുറച്ച് നീളം കൂടുതലാണെന്ന് തോന്നിയുകൊണ്ട് അതും കൂടെ ഒന്ന് ചെത്തി മിനിക്കുന്നുണ്ട്. അപ്പോൾ ഹെയറിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഹെയർ വയ്ക്കണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി മാത്രം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർ വിചാരിക്കില്ലേ, ഓ ഇത്രയും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ ഇട്ട് ഞങ്ങളുടെ സമയം കളയണേ, അങ്ങനെ വിചാരിക്കേണ്ടല്ലോ, എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ, ഏതായാലും നമ്മൾ മേക്ക് ഓവർ അല്ലേ കൊടുക്കണേ വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഹെയർ അപ്ഡു ആയിരുന്നു, അത് നമ്മൾ അഴിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ ക്ലേ ഒന്നും വെക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാനിവിടെ നമ്മുടെ വുളൻ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് പിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഹെയർ എങ്ങനെയാണോ ഫിക്സ് ചെയ്യണേ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹെയറിൻ്റെ ടെക്സ്ചറോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതിന് ഓൾറെഡി നമുക്ക് ഒരു ഹെയർ ലൈനെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും നമ്മളിവിടെ ഒന്നും എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മൾ ഈ ഒരു റീപെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ നേരത്തെ ഉണ്ടായിരുന്ന ഹെയറും ഹെഡും കൂടെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതുമായിട്ട് ചേർന്ന് പോകുന്നില്ലായിരുന്നു. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കുറച്ചുകൂടെ സൗത്ത് ഇന്ത്യൻ, കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്ക് പോലെ തോന്നും. അപ്പോൾ അവർ ഹെയർ കുറച്ചും കൂടെ ഒരു പാർട്ടി സ്റ്റൈലിലേക്കാണ് പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സാരിയുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഹെയർ വെറുതെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നാവും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹെയർ വയ്ക്കുക എന്നുള്ള ഒരു രീതി കുറച്ചും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെയർ വെച്ച് കൊടുത്തു. ഹെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. പിന്നെ നമ്മൾ നെക്കിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ വീണ്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഹെയർ എങ്ങനെയെങ്കിലും ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കട്ടെ. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ പുറകിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാതിരിക്കേണ്ടത് നല്ലത്, കാരണം അടിയിലൊക്കെ പേപ്പറാണ്. പിന്നെ ബാക്ക് സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റൈൽ ചെയ്തൊക്കെ കൊടുക്കാം. എൻഡിലെ ഹെയർ ഈവൻ അല്ലാത്ത ഭാഗത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാം. ഞാൻ കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ലാസ്റ്റ് കാണാം. ഇനി നമുക്ക് ഇതുപോലെ നെക്ലേസും അതുപോലെ കമ്മലും ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ബാങ്കിളിനും ഇതിനോട് ചേർന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെറ്റി ചുട്ടിക്കും നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെയർ ഇതുപോലെ പിന്നിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോളിൻ്റെ ലുക്ക്. പിന്നെ ആ ഒരു വീഡിയോയിൽ, ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു ഡോളിനൊരു നെയിം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് വ്യൂ ഒന്നുമില്ല, പിന്നെ ആ ഒരു സപ്പോർട്ടൊന്നും ചെയ്യാത്തപ്പോൾ പിന്നെ ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. ബട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനത് ഓർത്തു. അതിലങ്ങനെ ഒരുപാട് സജഷൻസ് ഒന്നും വന്നിട്ടില്ല, കുറച്ച് സജഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഈ ഒരു നെയിം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, വൈഷ്ണവി എന്നുള്ള പേര്. അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് പൂജ ആഴ്മി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ താങ്ക് യു പൂജ ആഴ്മി. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഭയങ്കര സപ്പോർട്ടറാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. ഈ ഒരു നെയിം വളരെ സ്യൂട്ട് ആവുമെന്ന് തോന്നി. സോ നമ്മുടെ ഡോളിനെ നമുക്ക് വൈഷ്ണവി എന്ന് തന്നെ പേരിടാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ 2 വർഷം മുമ്പ് എൻ്റെ ഡോൾ ഫാമിലിയിലേക്ക് വന്ന ആളാണ്. അപ്പോൾ ഇത്തവണ നമ്മളൊരു മേക്ക് ഓവറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.